ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈസ്റ്റർ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഞായറാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്സുകളുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസിനും OTT അപ്ഡേറ്റ്സിനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തല അജിത്ത് കേന്ദ്ര കഥാപാത്രത്തെ ഗുഡ് ബൈ അങ്കിളി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഈസ്റ്റർ വിഷുവായിട്ട് തിയേറ്ററിലെത്തിയ ഒന്നാമത്തെ ചിത്രം. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിലെ വിറപ്പിക്കുന്ന വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നു. തമിഴ് താരം തല അജിത്തും ജാക്കി ഷെറഫ്, തൃഷ, യോഗി ബാബു, സുനിൽ വർമ്മ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ആദിക് രവിചന്ദ്രനായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ട് ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 17ാം ദിവസവും ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 241 കോടി ചിത്രം പിന്നിട്ടിട്ടുണ്ട്. 175 കോടി 5 ലക്ഷം രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ടും ഓവർസീസിൽ നിന്നായിട്ട് 65 കോടി 95 ലക്ഷം രൂപയും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈസ്റ്റർ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ളത് മരണമാസം എന്ന് പറയുന്ന സിനിമ. ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ശിവപ്രസാദ് അണിയിച്ചൊരുക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ്. ടൊവിനോ തോമസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിലിനൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, അനീഷ്മ അനിൽകുമാർ, സിജു സണ്ണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം 17ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. 24 ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ 18 കോടി 25 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് നസ്ലിംഗ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. യുവതാരങ്ങളായിട്ടുള്ള നസ്ലിംഗ്, ഗണപതി, രുക്മാൻ അബ്രഹാം തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഖാലിദ് റഹ്മാനായിരുന്നു. തുടർച്ചയായിട്ടുള്ള 17ാം ദിവസവും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 65 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 65 കോടി 20 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 45 കോടി 20 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 20 ലക്ഷം രൂപ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മെഗാ സ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിന്റെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. വൻ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗൗതം വാസുദേവൻ, ഷൈൻ ടോപ്പ് ചാക്കോ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം നവാഗതനായ ഡീനോ ഡെനീസ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 17ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 27 കോടി രൂപ ചിത്രം പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈസ്റ്ററിന് മുന്നേ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. തുടരും എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തുടർച്ചയായിട്ടുള്ള 31ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 1 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 267 കോടി പിന്നിട്ട ചിത്രം ബിസിനസ് ഉൾപ്പെടെ 325 കോടി നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രം. അതോടൊപ്പം കേരള ബോക്സ് ഓഫീസിലും അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങൾ കഴിഞ്ഞ ആഴ്ച എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ തമന്ന കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു ഒഡല 2 എന്ന് പറയുന്ന സിനിമ. തമന്നയെ കേന്ദ്ര കഥാപാത്രമാക്കി അശോക് തേജ ഡയറക്ട് ചെയ്ത ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 10ാം ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 10 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 5 കോടി പിന്നിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച മറ്റൊരു ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത് സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ജാട്ട് എന്ന് പറയുന്ന സിനിമ. സണ്ണി ഡിയോളിനൊപ്പം തന്നെ രൺദീപ് കൂട, രജീന കസാൻഡ്ര, ജഗപതി ബാബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഗോപിചന്ദ് ആയിരുന്നു. 80 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ 111 കോടി പിന്നിട്ടുണ്ട്. 17ാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട്
1,31,00,000 രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 111,75,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഹിന്ദി ചിത്രം. വൻ വിജയത്തിലോട്ടാണ് ചിത്രം ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ് കുമാർ, ആർ മാധവൻ, റെജിന കസാൻഡ്ര തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി കരൺ സിംഗ് തേഗിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 9 ദിവസമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 7,15,00,000 രൂപയാണ് ചിത്രം ഇന്നലെ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 93,50,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 68,30,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് 25,20,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേക്കാളും ഈ അടുത്തിറങ്ങിയ അക്ഷയ് കുമാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലൂടെയാണ് കേസരി ചാപ്റ്റർ 2 മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഇമ്രാൻ ഹാഷ്മി കേന്ദ്ര കഥാപാത്രമെത്തിയ ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്ന സിനിമ. ഇമ്രാൻ ഹാഷ്മിക്കൊപ്പം തന്നെ സായി സമേശ്വർ, സോയ ഹുസൈൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം തേജസ് പ്രഭ വിജയ് ദോസേക്കർ ആയിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന്റെ 2ാം ദിവസവും ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസായിട്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 3,65,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ തുടരും എന്ന് പറയുന്ന സിനിമ. ലാലേട്ടനൊപ്പം തന്നെ ശോഭന, മണിയമ്പിള്ള രാജു, ബിനു പപ്പു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം തരുൺ മൂർത്തിയായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന് 2ാം ദിവസം മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7,10,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം 2ാം ദിനമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 8,45,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 42 കോടി രൂപ പിന്നിട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 16,05,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് 25 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വൻ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴും ചിത്രത്തിന് കേരളത്തിൽ ടിക്കറ്റ് കിട്ടാത്തൊരു കാഴ്ച തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം ഓരോന്നിനും സ്വന്തമാക്കുന്ന ഉറപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയിരിക്കുന്ന തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രമാണ്. ഇനി ഈ ഒരു സിനിമയെ തകർക്കാൻ മറ്റൊരു സിനിമ ജനിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചതിനേക്കാൾ വലിയൊരു വിജയം തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ച ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന വിജയകഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരുന്ന ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററിലെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.